So, module 3 next class properties continue ചെയ്യാണ്. അപ്പോൾ ടൈം ഷിഫ്റ്റിംഗ്, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്, ടൈം ഡിഫറൻസിയേഷൻ, ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് എന്ത്? കൺവല്യൂഷൻ പ്രോപ്പർട്ടി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം. ശ്രദ്ധിക്കുക എല്ലാവരും. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു വൈ ഓഫ് ഒമേഗ. Fourier transform of x of t convolution y of t is equal to x of omega into y of omega. എങ്ങനെയാണ് ചെയ്യാതെ നോക്കൂ. അപ്പോൾ പ്രൂഫ് എൽ എച്ച് എസ് എടുക്കുക, എന്നിട്ട് അവസാനം ആർ എച്ച് എസിലേക്ക് കൊണ്ടെത്തിക്കുക, എന്നിട്ട് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. Fourier transform of x of t convolution y of t is equal to, നമുക്ക് തെളിയിക്കേണ്ടത് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു വൈ ഓഫ് ഒമേഗ എന്നാണ്. അപ്പോൾ എൽ എച്ച് എസിലെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്തിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഏതാണോ ഫംഗ്ഷൻ അത് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടി. അത് അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. ഈ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടി അതൊരു പുതിയ കാര്യമായിട്ട് ഇപ്പോൾ തന്നെ ഞാൻ പഠിപ്പിക്കുകയാണ്. എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടിയുടെ ആൻസർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ വൈ ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ബൈ ഹാർട്ട് പഠിച്ചോളണം. അപ്പോൾ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടിക്ക് ഒരു ഇൻ്റഗ്രൽ അവിടെ വരുന്നതാണ് ആൻസർ. പിന്നെ ക്വസ്റ്റ്യനിലത്തെ ഇൻ്റഗ്രൽ അവിടെ വേറെ ഉണ്ട്. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രലാണ് പറയുന്നത്. ഡൗട്ട് വേണ്ട. ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഇൻ്റഗ്രൽ അവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഴുതി. എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടിയുടെ ആൻസറാണ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടിയുടെ ആൻസറാണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ വൈ ഓഫ് ടി മൈനസ് ടോ ഡി ടോ. കേട്ടോ? അപ്പോൾ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു പഠിച്ചു വെച്ചേക്കാം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ, പുതിയ പാരാമീറ്റർ പുതിയ വേരിയബിളാണ് എക്സ് ഓഫ് ടോ വൈ ഓഫ് ടി മൈനസ് ടോ ഡി ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൺവല്യൂഷൻ്റെ ആൻസർ ഒരു ഇൻ്റഗ്രലാണ്. അപ്പോൾ അങ്ങനെയാണ് രണ്ട് ഇൻ്റഗ്രൽ, ക്വസ്റ്റ്യൻ്റെ ഇൻ്റഗ്രൽ പിന്നെ കൺവല്യൂഷൻ്റെ ഇൻ്റഗ്രൽ, കൺവല്യൂഷൻ്റെ ആൻസർ ആയിട്ടുള്ള ഇൻ്റഗ്രൽ. അപ്പോൾ ആദ്യം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അങ്ങനെ തന്നെ എഴുതി. എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടിയുടെ ആൻസറാണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ വൈ ഓഫ് ടി മൈനസ് ടോ ഡി ടോ. പിന്നെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ അത് ആദ്യത്തെ പാർട്ട് അങ്ങനെ തന്നെ എഴുതി. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇനി എന്താ ചെയ്തത്? ഈ ടി എക്സ് ഓഫ് ടോ വൈ ഓഫ് ടി മൈനസ് ടോ എന്നുള്ള എക്സ് ഓഫ് ടോനെ അങ്ങനെ തന്നെ എഴുതി. കണ്ട എക്സ് ഓഫ് ടോ. ഈ വൈ ഓഫ് ടി മൈനസ് ടോനെ നമ്മൾ നേരത്തെ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടിയിൽ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞ പോലെ ടി മൈനസ് ടി സീറോ ഇസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞ പോലെ ടി മൈനസ് ടോ എന്നുള്ളതിനെ ഞാൻ ടി മൈനസ് ടോ എന്നുള്ളതിനെ കണ്ട വൈ ഓഫ് ടി മൈനസ് ടോ എന്നാണ് ഇവിടെ പറയുന്നത്. ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു പി. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു എന്താ വരിക? പി പ്ലസ് ടോ. അപ്പോൾ ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു പി എന്നുള്ളതിനെ ടി ഇസ് ഈക്വൽ ടു പി പ്ലസ് ടോ. അപ്പോൾ ടി പാരാമീറ്റർ ഒക്കെ മാറ്റാൻ പോവുക. ടി കണ്ടതൊക്കെ നമ്മുടെ ടോൻ്റെ ടേംസിലേക്ക് മാറ്റണം, പിയുടെ ടേംസിലേക്ക് മാറ്റണം. അപ്പോൾ ടി മൈനസ് ടോന് പകരം പി എന്ന് എഴുതി. അപ്പോൾ വൈ ഓഫ് ടി മൈനസ് ടോ എന്നുള്ളതിന് പകരം എന്ത് വന്നു? വൈ ഓഫ് പി. ഇനി ഡി ടോ എന്നുള്ളത് എന്താ വരിക? നേരത്തെ പറഞ്ഞ പോലെ ടി മൈനസ് ടി സീറോ എന്നുള്ളത് പകരം ടി മൈനസ് ടോ. അപ്പോൾ ഇവിടെ ടോ ആണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്, ടോ ആണ് ഇവിടുത്തെ ടി സീറോൻ്റെ സ്ഥാനത്ത് വരുന്ന വാല്യൂ. അപ്പോൾ ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു പി, ടി ഇസ് ഈക്വൽ ടു പി പ്ലസ് ടോ. ഇനി ഡി ടി എന്നുള്ളത് എന്തായിട്ട് മാറും? ഡി ടി എന്നുള്ളത് വൈ ഓഫ് ടി മൈനസ് ടോ ഡി ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. ടി ഇസ് ഈക്വൽ ടു പി പ്ലസ് ടി മൈനസ് ടോ ഇസ് ഈക്വൽ ടു പി. അപ്പം ഞാൻ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുക കേട്ടോ വിത്ത് റെസ്പെക്ട് ടു ടോ. വൈ ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഡി ടോനെ അങ്ങനെ തന്നെ എഴുതി. വൈ ഓഫ് ടി മൈനസ് ടോ എന്നുള്ളതിനെ പി എന്ന് എഴുതി ഡി ടോ. ഇനി ഞാൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്നുള്ളതിനെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു ടി എന്നുള്ളതിനെ മാറ്റി എന്ത് എഴുതി? പി പ്ലസ് ടോ. ടി എന്നുള്ളതിനെ മാറ്റി പി പ്ലസ് ടോ. ഇനി ടിയുടെ ടേമിനെയാണ് കംപ്ലീറ്റ് ഏതിലേക്ക് മാറ്റേണ്ടത്? പിയുടെ ടേംസിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ടോ അങ്ങനെ തന്നെ നിർത്തി. ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യത്തെ രണ്ട് ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ എഴുതി. എക്സ് ഓഫ് ടോ അങ്ങനെ തന്നെ നിർത്തി. വൈ ഓഫ് ടി മൈനസ് ടോ. അപ്പോൾ ടോ മാറ്റരുത്. സ്മോൾ ലെറ്റർ ടി മാത്രമാണ് മാറ്റേണ്ടത്. ടീനെ പിയുടെ ടേംസിലേക്ക് മാറ്റണം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ആദ്യത്തെ എക്സ് ഓഫ് ടോ അങ്ങനെ തന്നെ എഴുതി. വൈ ഓഫ് ടി മൈനസ് ടോക്ക് ഞാൻ പി എന്ന് കൊടുത്തു.
പിന്നെ ഡി ടോ അങ്ങനെ തന്നെ എഴുതി, ഡി ടോ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്നുള്ളതിന് പകരം പി പ്ലസ് ടോ എന്നെഴുതി, പി പ്ലസ് ടോ. പിന്നെ ലാസ്റ്റ് എന്താ, ഡി ടി. അപ്പോൾ ടി ആണ് എപ്പോഴും മാറ്റേണ്ടത്, ടീനെ നമ്മൾ മാറ്റുക, ടോ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഡി ടി എന്നുള്ളത് എന്തായിട്ട് മാറി, ഡി പി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞാൻ ഡി ടി എന്നുള്ളത് എങ്ങനെയാണ് ഡി പി ആയെന്ന്, അതെങ്ങനെയാണ് സംശയമായിട്ട് നോക്കാം. ടി മൈനസ് ടോ ഈസ് ഈക്വൽ ടു പിയിൽ ഞാൻ ആ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാം വിത്ത് റെസ്പെക്ട് ടു പി. അപ്പോൾ ഡി ടി ബൈ ഡി പി, ടോ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു പി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ടി എന്ന് പറയുന്നത് ടൈം ഫംഗ്ഷൻ ആണ്, ടോ എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡി ടി ബൈ ഡി പി മൈനസ് 0 ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി പി. അതായത് ഡി ബൈ ഡി പി ഓഫ് പി എത്രയാണ് പറഞ്ഞത്, 1. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഡി ടി ബൈ ഡി പി ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഡി ടി ഇസ് ഈക്വൽ ടു ഡി പി. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ടി മൈനസ് ടോനെ പി എന്നാക്കുക, ടി ഇസ് ഈക്വൽ ടു പി പ്ലസ് ടോ. പിന്നെ ഡി ടി എന്നുള്ളത് ഡി പി, ഡി ടി എന്നുള്ളത് ഡി പി. ഓക്കെ, മറ്റേ പോലെ തന്നെ. അപ്പോൾ ഇൻ്റഗ്രൽ ക്ലിയർ ആയില്ലേ? അപ്പോൾ വളരെ ക്ലിയർ ആയില്ലേ? ടോ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു, ടി മൈനസ് ടോനെ പി ആക്കി, ടി ഇസ് ഈക്വൽ ടു പി പ്ലസ് ടോ എന്നെഴുതി, ഡി ടി എന്നുള്ളത് ഡി പി ആയി. അതെങ്ങനെയാണെന്നുള്ളത് നേരത്തെ ലോനും ഇപ്പോഴും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, വീണ്ടും ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ വൈ ഓഫ് പി. എന്താ കാരണം, വൈ ഓഫ് ടി മൈനസ് ടോനെ മാറ്റി, ഡി ടോ അങ്ങനെ തന്നെ എഴുതി. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്നുള്ളത് പി പ്ലസ് ടോ എന്ന് കൊടുത്തു, ടിക്ക് സ്മോൾ ലെറ്റർ ടിക്ക്. പിന്നെ ഡി ടി എന്നുള്ളത് ഡി പി ആയി. ക്ലിയർ? അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ വൈ ഓഫ് പി ഡി ടോ. ആ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി ലാസ്റ്റത്തെ ഫംഗ്ഷൻ്റെ, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ ഡി പി. എ റേസ് ടു എം പ്ലസ് എന്താ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം. അപ്പോൾ അതേപോലെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു ടോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ ഡി പി. അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ ഡി ടോ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുക. അപ്പോൾ ഞാൻ ടോൻ്റെ ടേംസ് എല്ലാം കൂടി ആ മൂന്നാമത്തെ വരി ശ്രദ്ധിക്കാം, രണ്ടാമത്തെ സെൻറ്റൻസിൽ നിന്ന്, രണ്ടാമത്തെ ലൈനിൽ നിന്ന് മൂന്നാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ റീഅറേഞ്ചിങ് ആണ്. അപ്പോൾ ടോ എല്ലാം രണ്ട് പാരാമീറ്ററിൻ്റെ അതിലുണ്ട്. അപ്പോൾ ടോ എല്ലാം കൂടി ഒരുമിച്ച് പി എല്ലാം കൂടി ഒരുമിച്ച് ആക്കാൻ പോവുക. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ ഡി ടോ. അല്ലേ, ശരിയല്ലേ? നോക്കൂ, എക്സ് ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ ഡി ടോ ഒരുമിച്ചിട്ടു ഇൻറ്റു അടുത്ത ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി. അപ്പോൾ എല്ലാം ഒരേപോലത്തെ പാരാമീറ്ററോടെ മാച്ച് ചെയ്ത് വന്നു. എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ടി എ എക്സ് ഓഫ് ഒമേഗ എന്നെഴുതാമെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടോ ഡി ടോ എന്ന് എഴുതാം, എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു അടുത്തത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി നമുക്ക് എന്ന് എഴുതാം, വൈ ഓഫ് ഒമേഗ. സോ എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു വൈ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്, ആർ എച്ച് എസ്. എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു വൈ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഓക്കെ, ഇപ്പോൾ പ്രോപ്പർട്ടീസിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതായത് ടൈം സ്കെയിലിങ്, ടൈം ഷിഫ്റ്റിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റിങ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ടൈം ഡിഫറൻസിയേഷൻ, ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ. അപ്പോൾ 4 പ്രോപ്പർട്ടി. ഇതിനിപ്പോൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി കൺവല്യൂഷൻ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 2 പ്രോപ്പർട്ടി കൂടി ഉണ്ട്. എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റിയും പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആയിട്ടുള്ള 2 ടോപ്പിക്ക് കൂടി പറയാനുണ്ട്. ബിഫോർ ദാറ്റ് ഒരു ചെറിയൊരു ടോപ്പിക്ക് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ ഇത്രയും കാര്യം പ്രോപ്പർട്ടീസിൽ ഇപ്പോൾ നമ്മൾ 5 പ്രോപ്പർട്ടീസ് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? ടൈം ഷിഫ്റ്റിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റിങ്, അടുത്തത് ടൈം ഡിഫറൻസിയേഷൻ, ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ, 5 അല്ല 6 പ്രോപ്പർട്ടി പറഞ്ഞു. ലീനിയാരിറ്റി പ്രോപ്പർട്ടി, ദെൻ ഇപ്പോൾ പറഞ്ഞ കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഉൾപ്പെടെ. ഇനി അടുത്ത ടോപ്പിക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാനുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി പറഞ്ഞിട്ട് ഈ ക്ലാസ് ഇങ്ങനെ അവസാനിപ്പിക്കാം നമുക്ക്. ഡിറിക്ലെറ്റ് കണ്ടീഷൻ. എന്താണ് ഡിറിക്ലെറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓർ ഫോറിയർ സീരീസ് ദ ഗിവൺ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി ഷുഡ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ. ഇപ്പോൾ ഏതൊരു ഫംഗ്ഷൻ്റെയും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ഫോറിയർ സീരീസ് ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഓൾ ഫംഗ്ഷൻസ്. So there are certain conditions have to be satisfied of that function. Then only we can find out the Fourier transform or Fourier series. But for the existence of Fourier series or Fourier transform, the given function x of t should satisfy some conditions. Those conditions are known as Dirichlet conditions. 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് Dirichlet conditions?
ഒന്ന്, എക്സ് ഓഫ് ടി ഷുഡ് ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമ ഡ്യൂറിങ് വൺ പീരിയഡ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ സിഗ്നലിൻ്റെ ഒരു പീരീഡിനുള്ളിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമ വാല്യൂസേ ഉണ്ടാവാനായിട്ട് പാടില്ല. എണ്ണമറ്റ മാക്സിമം വാല്യൂസും മിനിമം വാല്യൂസും നമുക്ക് പാടില്ല. ഇൻ വൺ പീരിയഡ് ദർ വിൽ ബി ഫൈനൈറ്റ് നമ്പർ ഓഫ്, ഇൻഫൈനൈറ്റ് അല്ല കേട്ടോ, എക്സ് ഓഫ് ടി ഷുഡ് ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമ ഡ്യൂറിങ് വൺ പീരിയഡ്. ബൈ ഹാർട്ട് പഠിച്ചേക്കാം. സെക്കൻഡ് പോയിന്റ് എന്താ, എക്സ് ഓഫ് ടി ഷുഡ് ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഡ്യൂറിങ് വൺ പീരിയഡ്. ഒരു പീരീഡിൻ്റെ സമയത്ത് ചിലപ്പോൾ സിഗ്നലിൻ്റെ ബ്രേക്ക് സംഭവിക്കാം, പക്ഷേ അത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്. ഓക്കെ, എക്സ് ഓഫ് ടി ഷുഡ് ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഡ്യൂറിങ് വൺ പീരിയഡ്. എക്സ് ഓഫ് ടി ഷുഡ് ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഡ്യൂറിങ് വൺ പീരിയഡ്. അടുത്ത എന്താണ്, എക്സ് ഓഫ് ടി ഷുഡ് ബി അബ്സല്യൂട്ട്ലി ഇൻ്റഗ്രബിൾ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. എക്സ് ഓഫ് ടി ഷുഡ് ബി അബ്സല്യൂട്ട്ലി ഇൻ്റഗ്രബിൾ. എക്സ് ഓഫ് ടി ഷുഡ് ബി അബ്സല്യൂട്ട്ലി ഇൻ്റഗ്രബിൾ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് പ്ലസ് ഇൻഫിനിറ്റിക്ക് ഇറ്റ് ഷുഡ് ബി അബ്സല്യൂട്ട്ലി ഇൻ്റഗ്രബിൾ. സോ these three conditions should be satisfied for the existence of Fourier series and Fourier transform. അത് അബ്സല്യൂട്ട്ലി ഇൻ്റഗ്രബിൾ ആയിരിക്കണം. ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമം ഒരു പീരീഡിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസേ ഒരു പീരീഡിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് അതൊക്കെയാണ് പഠിച്ചത്. ടൈം ഷിഫ്റ്റിംഗ്, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്, ദെൻ ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അത് ആദ്യത്തെ ക്ലാസ്സിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി, ടൈം ഷിഫ്റ്റിംഗ്, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്. അടുത്ത ക്ലാസ്സിൽ എന്താ പഠിച്ചത്, ടൈം ഡിഫറൻസിയേഷൻ, ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി. പിന്നത്തെ ക്ലാസ്സിൽ കൺവല്യൂഷൻ പ്രോപ്പർട്ടി. അപ്പോൾ 3, 3, 2, 5, 5, 1, 6 പ്രോപ്പർട്ടി പ്ലസ് എന്താണ് എക്സ്. ഇനി പ്രോപ്പർട്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷേ അതിൻ്റെ കൂടെ പ്ലസ് ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. For the existence of Fourier transform, the given function x of t, existence of Fourier series and Fourier transform, the given function x of t should satisfy the following condition. എന്താണ്, x of t should have finite number of maxima and minima during one period. x of t should have finite number of discontinuities during one period. x of t should be absolutely integrable. Then only we can find out if x of t satisfies all these conditions. Definitely we can represent the function as Fourier series and we can find out its Fourier transform. I think it is clear.